Welcome to the Sapphire Future Academy Board Booster Series classes. We'll continue the topic continuity and differentiability. In this video, we are discussing about parametric derivatives. Parametric derivatives നെ കുറിച്ചാണ് അതിന്റെ ഡിഫറൻഷിയേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എത്രയാണ്? x in terms of some new variable, some function of t. y is another function of t. If x and y are expressed in terms of a third variable or new variable, it is called parametric form. അപ്പോൾ x ഒരു ഫംഗ്ഷൻ ഓഫ് ടി ആണ്, y വേറൊരു ഫംഗ്ഷൻ ഓഫ് ടി എൽ വേറൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ടി എന്ന് പറയുന്ന വാരിയബിളിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് വിളിക്കുക. ടി ഈസ് നോൺ ആസ് പാരാമീറ്റർ. അപ്പോൾ ടി അല്ലെങ്കിൽ തീറ്റയാണ് സാധാരണ നമ്മൾ പാരാമെട്രിക് ഫോമിൽ ഉപയോഗിക്കുന്ന വാരിയബിൾസ് ടി ഓർ തീറ്റയാണ്. അപ്പോൾ എക്സ് ടിയിലൊരു ഫംഗ്ഷൻ, വൈ ടിയിലൊരു ഫംഗ്ഷൻ എങ്കിൽ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ പാരാമെട്രിക് ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ എക്സ് ഇൻ ടേംസ് ഓഫ് തീറ്റ, എക്സ് ഈക്വൽ ടു തീറ്റയിലൊരു ഫംഗ്ഷൻ, വൈ തീറ്റയിൽ വേറെ ഫംഗ്ഷൻ, വി ക്യാൻ ഡിഫൈൻ ഡി വൈ ബൈ ഡി എക്സ് ഇൻ ടേംസ് ഓഫ് ദ പാരാമീറ്റർ തീറ്റ. തീറ്റേനെ ബേസിൽ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടിട്ട് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് പാരാമെട്രിക് ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ എക്സും വൈയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. എക്സ് ആൻഡ് വൈ കണക്ട് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് എ ന്യൂ വാരിയബിൾ ടി ഓർ തീറ്റ, ഇറ്റ് ഈസ് കോൾഡ് പാരാമീറ്റർ. അപ്പോൾ പാരാമീറ്റർ കണ്ടെയ്ൻ ചെയ്യുന്ന ഡെറിവേറ്റീവ്സിനെയാണ് നമ്മൾ പാരാമെട്രിക് ഡെറിവേറ്റീവ്സ്. പാരാമെട്രിക് ഫോം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. This is the first question. We are coming to first problem. Find dy by dx if x is equal to a cos theta, y equal to a sin theta. ഇതാണ് they are given the two equations. X is equal to a cos theta and y is equal to a sin theta. അപ്പോൾ ഇവിടെ തീറ്റയാണ് പാരാമീറ്റർ. കാരണം എക്സും വൈയും എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് പുതിയൊരു വേരിയബിൾ ആണ്. ആ വേരിയബിളിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ തീറ്റ ഈസ് ദ പാരാമീറ്റർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് ഇൻ ടേംസ് ഫംഗ്ഷൻ ഓഫ് തീറ്റ, വൈ ഇസ് അനദർ ഫംഗ്ഷൻ ഓഫ് തീറ്റ. എക്സ് നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട് എ കോസ് തീറ്റ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റിംഗ് ദ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ദ പാരാമീറ്റർ. അപ്പോൾ എക്സ് ആണ് ഇവിടെ, എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ. സോ വി ആർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. വി ഗെറ്റ് നമ്മൾ തീറ്റയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ഇക്വേഷന്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സ് ആണ്. അപ്പോൾ വി വിൽ ഗെറ്റ് dx by d theta equals a is a constant, a into cos theta എന്നാണ് ഫംഗ്ഷൻ. അപ്പോൾ a നമ്മൾ കോൺസ്റ്റന്റ് ആണ്, a പുറത്തേക്ക് എടുത്തു, a into d by d theta of cos theta. അപ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാറ് കോൺസ്റ്റന്റ് യു ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്, ഫംഗ്ഷന് ഡെറിവേറ്റീവ് എഴുതുന്നു. അപ്പോൾ യു വിൽ ഗെറ്റ് dx by d theta equal to a into derivative of cos theta is minus sin theta. So dx by d theta കിട്ടി കഴിഞ്ഞു, മൈനസ് എ സൈൻ തീറ്റ. ഇപ്പോൾ നമ്മൾ എക്സ് ഫസ്റ്റ് ഇക്വേഷൻ എക്സ് എടുത്തെഴുതി ഇൻ ടേംസ് ഓഫ് ദ പാരാമീറ്റർ ആയിരുന്നു. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ദ പാരാമീറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ദെൻ വി ഗോട്ട് dx by d theta equal to minus a sin theta. Now comes the second equation, y equal to a sin theta. Differentiating with respect to the parameter theta. Differentiating with respect to the parameter theta, we will get dy by d theta equal to, ഇവിടെയും a കോൺസ്റ്റന്റ് ആണ്, a into derivative of sin theta, d by d theta of sin theta. അപ്പോൾ sin theta എന്ന് പറയുമ്പോൾ തീറ്റയാണ് അവിടുത്തെ പാരാമീറ്റർ. ആ തീറ്റയിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് നമ്മൾ ചെയ്യുന്നത്. സോ dy by d theta equal to a into derivative of sin theta is cos theta. So we got dy by d theta equal to a cos theta. അപ്പോൾ dx by d theta കിട്ടി, നമുക്ക് dy by d theta കിട്ടി. Therefore നമുക്ക് dy by dx കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. dy by dx is defined as dy by d theta divided by dx by d theta. This is the formula to obtain dy by dx. പാരാമെട്രിക് ഫോമില് തീറ്റയാണ് വാരിയബിൾ എങ്കിൽ dy by dx കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണ് dy by d theta is the numerator divided by dx by d theta. So we will get dy by dx equal to dy by d theta a cos theta ആണ്.
a cos theta whole divided by dx by d theta minus a sin theta ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എയും എയും ക്യാൻസലായി. therefore dy by dx equal to cos theta by minus sin theta. മൈനസ് സൈൻ നമ്മൾ ന്യൂമറേറ്റർ കയറ്റി എഴുതാം. cos by sin cot. ആൻസർ ഈസ് മൈനസ് cot theta is answer. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ഒരു തേർഡ് വേരിയബിൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. ഇവിടെ തീറ്റയാണ് തേർഡ് വേരിയബിൾ. തീറ്റ ഇൻ ടേംസ്, അപ്പോൾ എക്സ് ഇൻ എസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ, y is another function of theta. x നമ്മൾ എടുത്ത് എഴുതി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ പാരാമീറ്റർ തീറ്റ dx by d theta കിട്ടി. അത് ഇക്വേഷൻ നമ്പർ 1 വേണമെങ്കിൽ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 y രണ്ടാമത്തെ ഇക്വേഷൻ y equal to a sin theta differentiating with respect to parameter theta you got dy by d theta. ഇക്വേഷൻ നമ്പർ 2 ഇനി dy by dx കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ് dy by d theta whole divided by dx by d theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എയും എയും ക്യാൻസൽ ആയി. അപ്പോൾ dy by d theta equal to cos by sin cot. Answer is minus cot theta. Now we are coming to second question. Here x is equal to 8t square. Find dy by dx. They are given x is equal to 8t square and y is equal to 2at. ഈ ക്വസ്റ്റ്യൻ നമ്മൾ പരിശോധിക്കുമ്പോൾ നോക്കുക എക്സ് ഈക്വൽ ടു 8t സ്ക്വയർ വൈ ഈക്വൽ ടു 2at എന്ന് പറയുന്നത് പാരാമെട്രിക് ഇക്വേഷൻസ് ആണ്, അല്ലെങ്കിൽ പാരാമെട്രിക് കോർഡിനേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ദിസ് ഈസ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ പരാബോള വൈ സ്ക്വയർ ഈക്വൽ ടു 4ax. വൈ സ്ക്വയർ ഈക്വൽ ടു 4axന്റെ പാരാമെട്രിക് കോർഡിനേറ്റ്സ് ആണെന്ത് എക്സ് ഇസ് ഈക്വൽ ടു 8t സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 2at. നമ്മൾ ക്ലാസ് 11th പഠിച്ചിട്ടുണ്ട്, കോണിക് സെക്ഷനിലെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ഇസ് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ പരാബോള വിത്ത് ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ് ആക്സിസ് വരിക. അപ്പോൾ ഇതിന്റെ പാരാമെട്രിക് കോർഡിനേറ്റ്സ് ആണ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുക എന്താണ് പാരാമെട്രിക് കോർഡിനേറ്റ്സിന്റെ പ്രസക്തി, സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരാമെട്രിക് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഓരോ കർവുകളെയും നമുക്ക് പാരാമെട്രിക് കോർഡിനേറ്റ്സിന്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ 4axന്റെ പാരാമെട്രിക് കോർഡിനേറ്റ്സ് ആണ് എക്സ് ഈക്വൽ ടു 8t സ്ക്വയർ വൈ ഈക്വൽ ടു 2at. കാരണം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വൈ ഈക്വൽ ടു 2at സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 2at ഡബിൾ സ്ക്വയർ ഈക്വൽ ടു റൈറ്റ് സൈഡ് ഈസ് 4a ഇൻറ്റു എക്സ് ഈക്വൽ ടു 8t സ്ക്വയർ ആണ്. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 8t square. So you can see that they satisfy both sides. കാരണം 2at whole square എന്ന് പറയുമ്പോൾ 4a square t square ആണ്. Here also you will get 4a square t square. Both sides satisfied. So this the given equation, given coordinates x equal to 8t square, y equal to 2at are the parametric coordinates or parametric equations of the parabola y square equal to 4x. അപ്പോൾ അത് ജസ്റ്റ് മെൻഷൻ ചെയ്തു. അപ്പോൾ ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പാരാമെട്രിക് കോർഡിനേറ്റ്സ് ഇൻ വാരിയസ് സിറ്റുവേഷൻ. അപ്പോൾ ഹിയർ എക്സ് ഈക്വൽ ടു 8t സ്ക്വയർ ആസ് യൂഷ്വൽ. ഇപ്പോൾ ടി ആണ് ഇവിടുത്തെ പാരാമീറ്റർ. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ പാരാമീറ്റർ ടി. നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തീറ്റ ആയിരുന്നു, ഇവിടെ ടി ഇസ് ദ പാരാമീറ്റർ. സോ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ പാരാമീറ്റർ ടി യു വിൽ ഗെറ്റ് dx by dt equal to a is a constant, derivative of t square is 2t. So dx by dt equal to 2at. That's the answer. That is we differentiated x with respect to t. We got dx by dt equal to 2at. Mark it as equation number 1. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഈസ് y in terms of t ആണ്. y 2at ആണ്. y is equal to 2at. Differentiating with respect to the parameter t, we will get dy by dt നമുക്ക് കിട്ടും 2a കോൺസ്റ്റന്റ് ആണ്. 2a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി. ടീനെ വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് ഡെറിവേറ്റീവ് കാണുന്നത്. അത് 1 ആണ്. കാരണം വി നോ dt by dt 1 ആണ്. സോ യു ഗോട്ട് dy by dt ഈക്വൽ ടു 2a എന്ന് കിട്ടി. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് dy by dx കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ we already done in the previous question. Here t is the parameter, so dy by dx can be expressed as dy by dt divided by dx by dt. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ therefore we got dy by dx equal to dy by dt means 2a ആണ്, divided by dx by dt 2at എന്ന് വരും. 2a ക്യാൻസൽ ചെയ്തു. ആൻസർ ഈസ് 1/t. അപ്പോൾ ഇതാണ് ടി പാരാമീറ്റർ എന്ന ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. എക്സ് എടുത്തെഴുതി dx by dt കണ്ടു, y സെക്കൻഡ് ഇക്വേഷൻ dy by dt കണ്ടു. നമ്മൾ dy by dx കണ്ടുപിടിക്കാനുള്ള ഫോർമുല dy by dt ന്യൂമറേറ്റർ
by dx by dt. അപ്പോൾ apply the answer is 1 by t. Now we are coming to next problem. Find dy by dx if x is equal to 2at square, y is equal to at raised to 4. നമ്മൾ തന്നിട്ടുള്ള we are writing the given data, given equation, given that x is equal to 2at square, then y is equal to at raised to 4. Okay. Now here also t is the parameter. ഈ ക്വസ്റ്റ്യനിലും t ആണ് പാരാമീറ്റർ വരുന്നത്. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ പാരാമീറ്റർ differentiating with respect to t, we get dx by dt equal to, here we have to apply d by dt of 2at square, dx by dt on left side, dx by dt equal to, here constant into function 2a into t square, t ആണ് variable വരുന്നത്, 2a constant ആണ്, you can take outside 2a into d by dt of t square വരും. So dx by dt becomes 2a into derivative of t square 2t. t square എന്ന് പറയുന്നത് x square ഫോം ആണ്. x square ഡെറിവേറ്റീവ് നമുക്ക് 2x എന്ന് അറിയാം. അപ്പോൾ t square ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t ആവുമ്പോൾ 2t. So dx by dt equal to 4at എന്ന് കിട്ടും. 2 into 2a 4a, 4at. Mark it as equation number 1. ഇനി സെക്കൻഡ് ഇക്വേഷൻ y equal to at raised to 4. Differentiating with respect to t. t നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. dy by dt equal to, here also d by dt of ഒരു സ്റ്റെപ്പ് നമുക്ക് എഴുതാം, a into t raised to 4. So dy by dt equal to, here a into t raised to 4 ല് a കോൺസ്റ്റന്റ് ആണ്, a ഔട്ട്സൈഡ് എടുത്തു, ബാക്കി a into ഡെറിവേറ്റീവ് ഓഫ് t raised to 4 വരും, d by dt of t raised to 4. So dy by dt becomes a into t raised to 4 derivative 4t cube വരും. അപ്പോൾ dy by dt equal to 4at cube. Equation number 2. ഇപ്പോൾ നമ്മൾ dy by dt കിട്ടിയിട്ടുണ്ട്, dx by dt കിട്ടി. Therefore formula is dy by dx equal to dy by dt is the numerator divided by dx by dt. So dy by dx equal to, dy by dt നമുക്ക് കിട്ടിയത് 4at cube എന്നാണ്. 4at cube divided by dx by dt 4at ആണ്. അപ്പോൾ 4a ക്യാൻസൽ ചെയ്തു, t ക്യൂബും tയും ക്യാൻസൽ ചെയ്യുമ്പോൾ t സ്ക്വയർ is the answer. അപ്പോൾ this is another example for parametric coordinates. Parametric coordinates വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഫോമുല നമ്മൾ ചെയ്ത്, ഇവിടുത്തെ പാരാമീറ്റർ t ആണ്. അപ്പോൾ dx by dt കണ്ടു, dy by dt കണ്ടു, അതിൽ നിന്ന് നമുക്ക് dy by dx എഴുതാനായിട്ട് സാധിക്കും. Now we are coming to next problem. Find dy by dx if x is equal to a cos theta and second equation is y equal to b cos theta. Here theta is the parameter. ഇവിടെ theta ആണ് പാരാമീറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. x ഉം y ഉം in terms of theta ആണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. So differentiating with respect to the parameter. Differentiating with respect to theta, we get theta നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുമ്പോൾ വി ഹാവ് dx by d theta, റൈറ്റ് സൈഡ് d by d theta of a into cos theta. So dx by d theta becomes a constant, you can take outside, ബാക്കി cos theta ആണുള്ളത്, d by d theta of cos theta. cos theta ഡെറിവേറ്റീവ് ഇതാണ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos theta ഡെറിവേറ്റീവ് വരിക മൈനസ് sin theta. So we got dx by d theta equal to minus a sin theta. Mark it as equation number 1. Second equation the y equal to b cos theta. Differentiating with respect to the parameter theta. Differentiating with respect to the parameter theta on both sides. Y net derivative എന്താണ്? dy by d theta വരും. Right side d by d theta of b cos theta. That is dy by d theta equal to, ഇവിടെയും കോൺസ്റ്റന്റ് ആദ്യം പുറത്തേക്ക് എടുക്കുകയാണ്, b കോൺസ്റ്റന്റ്, you can take outside b into ബാക്കി d by d theta of
കോസ് തീറ്റ. കോസ് തീറ്റന് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ഇവിടെ ബി കോസ് തീറ്റ, ബി കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു, ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ബി ഇൻറ്റു കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. സോ വി ഗോട്ട് മൈനസ് ബി സൈൻ തീറ്റ. ഇക്വേഷൻ നമ്പർ 2 ഒന്നുകൂടി ചെക്ക് ചെയ്യാം നമുക്ക്. എ എക്സ് എ കോസ് തീറ്റയാണ്. എ കോസ് ഡെറിവേറ്റീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു തീറ്റ, ഡി എക്സ് ബൈ ഡി തീറ്റ മൈനസ് എ സൈൻ തീറ്റ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബി കോസ് തീറ്റയാണ്, വൈയുടെ വാല്യൂ ബി കോസ് തീറ്റ, ഗിവൺ y equal to b cos theta. Differentiating with respect to the parameter theta, we got b പുറത്തേക്ക് എടുത്തു മൈനസ് ബി സൈൻ തീറ്റ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് dy by dx. dy by dx കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. dy by d theta divided by dx by d theta. This is equal to dy by d theta എന്താണ്, മൈനസ് ബി സൈൻ തീറ്റ എന്ന് കിട്ടിയിട്ടുണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ dx by d theta minus a sin theta. So both sin theta and sin theta cancel, negative negative cancel, your answer is b by a. This is also another example for parametric derivatives. Parametric derivatives പിടിക്കുന്ന ഫോർമുല ചെയ്തത് ഇവിടുത്തെ പാരാമീറ്റർ തീറ്റയാണ്, നമുക്ക് ആൻസർ കിട്ടിയത് b by a. b by is independent of theta. Now we are coming to next problem. Find dy by dx if x is equal to sin t, y is equal to cos 2t. We are writing given that x is equal to sin t. Second equation is y is equal to cos 2t. x equal to sin t നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നു. ഇവിടെ t ആണ് പാരാമീറ്റർ. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ പാരാമീറ്റർ, ഡിഫറൻഷിയേറ്റിംഗ് with respect to the parameter t, we get dx by dt equal to d by dt of sin t. Direct function ആണ്, ചെയിൻ റൂൾ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് ഡെറിവേറ്റീവ് എഴുതാം. dx by dt equal to sin t ഡെറിവേറ്റീവ് cos t. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. dx by dt നമുക്ക് കിട്ടിയിട്ടുണ്ട്, cos t കിട്ടി. സെക്കൻഡ് ഫംഗ്ഷൻ, സെക്കൻഡ് ഇക്വേഷൻ y is equal to cos 2t ആണ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ പാരാമീറ്റർ t, dy by dt becomes cos 2t. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, cos 2t ചെയിൻ റൂൾ ഉപയോഗിക്കണം. cos 2 times t ആണ്, cos t അല്ല cos 2t ആണ്. അപ്പോൾ cos t ഫോം എന്ന് വിചാരിക്കുക. cos t ഡെറിവേറ്റീവ് നമുക്കറിയാം മൈനസ് സൈൻ 2t ആണ് ഇൻറ്റു ബാക്കി നമുക്ക് അപ്പോൾ കൊസൈൻ റോൾ കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 2t ആണ്. 2t ഡെറിവേറ്റീവ് 2 കോൺസ്റ്റന്റ് ആണ്, t ഡെറിവേറ്റീവ് 1 ആണ്. സോ dy by dt we got മൈനസ് 2 sin 2t എന്ന് കിട്ടിയിട്ടുണ്ട്, മൈനസ് 2 sin 2t. ഇവിടെ dx by dt കിട്ടിയിട്ടുണ്ട് cos t. therefore dy by dx അപ്ലൈ ചെയ്യുന്ന ഫോർമുല dy by dt whole divided by dx by dt. this is equal to minus 2 sin 2t is the numerator, whole divided by cos t. sin t derivative cos t ആണ്. ഓക്കെ, നമുക്കൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. പരമാവധി സിംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും നല്ലത്. എപ്പോഴും മൈനസ് 2 ഇൻറ്റു സൈൻ 2t ഫോർമുലയുണ്ട്. വി ഹാവ് ദ ഫോർമുല സൈൻ 2x, 2 sin x ഇൻറ്റു കോസ് എക്സ് ആണ്. 2 sin x ഇൻറ്റു കോസ് എക്സ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല എന്നാണ് ഇത് പറയാ. ട്രിഗണോമെട്രിയിൽ sin 2x ഈക്വൽ ടു 2 sin x cos x. ഇവിടെ sin 2t ആയതുകൊണ്ട് sin 2t നമുക്ക് എന്താ എഴുതാം, 2 sin t ഇൻറ്റു cos t whole divided by cos t. cos t cancels, so your answer will be minus 2 into 2 minus 4 sin t is the final answer. minus 4 sin t ആണ് ലാസ്റ്റ് ആൻസർ വരിക. അപ്പോൾ this is another example for a parametric derivatives in the variable parameter t. ഇവിടെ t ആണ് വന്നിരിക്കുന്ന പാരാമീറ്റർ. ഓക്കെ, now we are coming to next problem. Find dy by dx if x is equal to, given that x is equal to 4t and y is equal to 4 by t. അപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലായി ഇത് പാരാമെട്രിക് ഫോം ആണ്. എക്സും വൈയും ഇൻ ടേംസ് ഓഫ് എ ന്യൂ വാരിയബിൾ ടി ഈസ് എക്സ്പ്രസ്, ടി ഈസ് ദ പാരാമീറ്റർ ഹിയർ. ഇവിടുത്തെ പാരാമീറ്റർ ടി ആണ്. അപ്പോൾ എക്സ് ഈക്വൽ 40 എടുത്ത് എഴുതി,
differentiating with respect to the parameter t. Differentiating with respect to the parameter t, we get dx by dt equal to d by dt of 4t. 4 constant ആണ് 4 പുറത്തേക്ക് എടുത്തു, ബാക്കി dt by dt എന്ന് വരും. t ഡെറിവേറ്റീവ് 1 ആണ്. 4 into 1 4. അപ്പോൾ dx by dt നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 is the answer. Equation number 1. ഇനി സെക്കൻഡ് ഇക്വേഷൻ y equal to 4 by t ആണ്. Differentiating with respect to t, we get dy by dt equal to d by dt of 4 by t. d by dt of 4 by t. 4 is a constant, we can take outside. 4 പുറത്തേക്ക് എടുത്തു, ബാക്കി d by dt of 1 by t. That is 4 into derivative of 1 by t is minus 1 by t square minus 4 by t square. Equation number 2. അപ്പോൾ dy by dt കിട്ടി, അതുപോലെ dx by dt നമുക്ക് ആദ്യം ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ we can find out dy by dx. Therefore dy by dx is given by the formula dy by dt whole divided by dx by dt. Substituting dy by dt നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് minus 4 by t square ആണ്. minus 4 by t square divided by dx by dt 4 ആണ്. ഈ 4 can be expressed as 4 by 1. So our answer will be minus 4 by t square into 1 by 4. 4 cancels. Final answer is minus 1 by t square. But this is another example for the parametric derivatives in terms of the new variable t. So we can use this method by using application the derivatives കണ്ടുപിടിക്കാനായിട്ട് we can apply parametric derivatives form. Either the parameter will be theta or t. ഒന്നുകിൽ തീറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ ടി ആയിരിക്കും വേരിയബിൾ ആയിട്ട് വരിക. ആ ടീനെയോ അല്ലെങ്കിൽ തീറ്റനെ വിളിക്കുന്ന പേരാണ്. എക്സും വൈയും ഇൻ ടേംസ് ഓഫ് എ ന്യൂ വാരിയബിൾ എക്സ്പ്രസ് ചെയ്യുന്നു. ആ ന്യൂ വാരിയബിളിനെ ഡെറിവേറ്റീവ് കാണുന്നതിനായിട്ട് നമ്മൾ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ഏതാണോ പാരാമീറ്റർ അതിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. വൈനെ വിത്ത് റെസ്പെക്ട് ടു ഏതാണോ പാരാമീറ്റർ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അവസാനം നമ്മൾ ഡി ബൈ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല dy by the respective parameter divided by derivative of the respective parameter divided by dx by the derivative of the respective parameter ഉപയോഗിച്ച് കഴിഞ്ഞാൽ we can find out dy by dx. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. if you know the basic results of differentiation and using this formula very easily we can solve all the problems. Now we are coming to next problem. Given find dy by dx if x is equal to cos theta minus cos 2 theta and y is equal by sin theta minus sin 2 theta. Here theta is the parameter. നമുക്ക് മനസ്സിലായി എക്സും വൈയും പാരാമെട്രിക് ഫോമിലാണ് വന്നിരിക്കുന്നത്. തീറ്റയാണ് പാരാമീറ്റർ. അപ്പോൾ എക്സ് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ പാരാമീറ്റർ തീറ്റ. Differentiating with respect to the parameter theta, we get dx by d theta equal to നമ്മൾ ടൈം ബൈ ടൈം ആയിട്ട് ഡെറിവേറ്റീവ് കാണാൻ d by d theta ഓഫ് രണ്ട് ടൈം ഉണ്ട്, cos theta ഉണ്ട് മൈനസ് സെക്കൻഡ് ടൈം ഈസ് cos 2 theta. ഡെറിവേറ്റീവ് കാണുന്ന ഡിഫറൻഷിയേഷൻ നടത്തുന്നു. dx by d theta equal to cos theta രണ്ട് ടൈം u മൈനസ് വി ഫോം ആണ്, du by dx മൈനസ് dv by dx ഫോം ആണ്. അപ്പോൾ cos theta ഡെറിവേറ്റീവ് കാണുന്നു മൈനസ് സൈൻ തീറ്റ വരും മൈനസ് ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റ. ഡി ബൈ ഡി തീറ്റ കോസ് 2 തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെയിൻ റൂളാണ് വരും 2 തീറ്റ ഉള്ളത് കൊണ്ട്. അപ്പോൾ മൈനസ് സൈൻ 2 തീറ്റ വരും ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2 തീറ്റ 2. അപ്പോൾ സോ ഡി എക്സ് ബൈ ഡി തീറ്റ ബിക്കംസ് മൈനസ് സൈൻ തീറ്റ പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ടുണ്ട് 2 സൈൻ 2 തീറ്റ. ഇതാണ് ഡി എക്സ് ബൈ ഡി തീറ്റ വരിക. മാർക്കറ്റേഴ്സ് ഇക്വേഷൻ നമ്പർ 1. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ എടുത്ത് എഴുതി y ഈക്വൽ ടു സൈൻ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ പാരാമീറ്റർ തീറ്റ. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു പാരാമീറ്റർ തീറ്റ dy by d തീറ്റ ഈക്വൽസ് ഇവിടെ രണ്ട് ടൈം ഉണ്ട്. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? d by d തീറ്റ ഓഫ് സൈൻ തീറ്റ മൈനസ് d by d തീറ്റ ഓഫ് സൈൻ 2 തീറ്റ. സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കൊടുക്കണം. രണ്ട് ടൈംസ് സെപ്പറേറ്റ് ആയതുകൊണ്ട്
സബ്ട്രാക്ഷൻ റൂളാണ് യൂസ് ചെയ്തത്. dy by d theta becomes സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് ചെയ്യുന്നത്, കോസ് തീറ്റ വരും, മൈനസ് സൈൻ 2 തീറ്റ ഡെറിവേറ്റീവ് കോസ് 2 തീറ്റ ഇൻറ്റു, ഇപ്പോൾ സൈൻ റോൾ കഴിഞ്ഞു, ബാക്കി 2 തീറ്റ ഉണ്ട്, ഇൻറ്റു 2 ഇൻറ്റു തീറ്റയുടെ 1. സോ dy by d theta becomes cos theta minus 2 cos 2 theta. Mark it as equation number 2. Therefore, dy by dx കണ്ടുപിടിക്കാനുള്ള ഫോർമുല dy by d theta whole divided by dx by d theta equal to dy by d theta cos theta minus 2 cos 2 theta whole divided by dx by d theta minus sin theta plus 2 sin 2 theta. നമ്മൾ അറേഞ്ച് ചെയ്ത് നമുക്കതുകൂടി എഴുതുന്നത് മാത്രം. We will get cos theta minus 2 cos 2 theta whole divided by positive terms comes first, 2 sin 2 theta minus sin theta is the final answer. But this is another example for parametric derivative. Parameter theta ആണ് ഇവിടുത്തെ പാരാമീറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. dx by d theta കണ്ടു, dy by d theta കണ്ടു, dy by dx കണ്ടുപിടിക്കാനുള്ള ഫോർമുല അപ്ലൈ ചെയ്തു, we got the answer. Now we are coming to one important question. X is equal to a into theta minus sin theta and y they are given y equal to a into 1 plus cos theta. ഇവിടെയും ഈ ക്വസ്റ്റ്യനിലും തീറ്റ ഇസ് ദ പാരാമീറ്റർ. അപ്പോൾ എക്സ് എടുത്ത് എഴുതിയിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ പാരാമീറ്റർ തീറ്റ, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ we get dx by d theta equal to d by d theta of a into theta minus sin theta. So dx by d theta equal to a constant ആണ്, പുറത്തേക്ക് ഇട്ടു. ബാക്കി നമുക്ക് വരുന്നത് d by d theta of theta minus sin theta ആണ്. കോൺസ്റ്റന്റ് ഇൻറ്റു ആണ്, കോൺസ്റ്റന്റിന്റെ ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്ത് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കണ്ടു. അപ്പോൾ dx by d theta equal to a ഇൻറ്റു, ഇവിടെ തീറ്റയുടെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡെറിവേറ്റീവ് കാണുമ്പോൾ 1 ആണ് വരിക, സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ. സോ ദിസ് ഈസ് dx by d theta, equation number 1, a into 1 minus cos theta. Now we have y equal to a into 1 plus cos theta, differentiating with respect to the parameter theta. dy by d theta equal to d by d theta of a into 1 plus cos theta. Okay, now dy by d theta equal to differentiate ചെയ്യുന്നു, a constant ആണ്, d by d theta of 1 plus cos theta. d by dx equal to a into d by d theta 1 plus cos theta. So dy by d theta equal to a into, ഇപ്പോൾ രണ്ട് ടൈം ഉണ്ട്, 1 ഡെറിവേറ്റീവ് 0 ആണ്, പ്ലസ് കോസ് തീറ്റ ഡെറിവേറ്റീവ് നെഗറ്റീവ് സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ. സോ dy by d theta നമുക്ക് കിട്ടിയിട്ടുണ്ട് മൈനസ് എ സൈൻ തീറ്റ. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ dx by d theta dy by d theta കിട്ടി. Therefore dy by dx equal to dy by d theta whole divided by dx by d theta. This is the formula. dy by dx കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണ്. അപ്പോൾ dy by dx equal to dy by d theta നമുക്ക് കിട്ടിയിട്ടുണ്ട് മൈനസ് എ സൈൻ തീറ്റ, മൈനസ് എ ഇൻറ്റു സൈൻ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ dx by d theta a into 1 minus cos theta. So എയും ക്യാൻസൽ ചെയ്തു. dy by dx equal to മൈനസ് ആ സൈൻ തീറ്റയ്ക്ക് ഫോർമുലയുണ്ട്, സബ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല 2 sin theta by 2 into cos theta by 2 whole divided by 1 minus cos theta ഫോർമുലയുണ്ട് 2 sin square theta by 2. Then 2 cancels. ഇവിടെ സൈൻ സ്ക്വയർ, ഇവിടെ സൈൻ തീറ്റ ബൈ 2 ഉണ്ട്, ഓരോ സൈൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് വരും ഇങ്ങനെയായിരിക്കും, നെഗറ്റീവ് കോസ് തീറ്റ ബൈ 2 divided by sin theta by 2. Answer is cos by sin cot ആണ്, minus cot theta by 2 is the answer, final answer.
So this question is very important for previous year's question paper. Here x is given by a into theta minus sin theta, y equal to a into 1 plus cos theta. Theta ആണ് പാരാമീറ്റർ, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്ത് നമ്മൾ dx by d theta കിട്ടി, a into 1 minus cos theta. y എടുത്ത് എഴുതി a into 1 plus cos theta ആയിരുന്നു y, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ dy by d theta കിട്ടി മൈനസ് a sin theta. dy by dx കണ്ടുപിടിക്കാനുള്ള ഫോർമുല dy by d theta by dx by d theta മൈനസ് a sin theta by a into 1 minus cos theta. എയും എയും ക്യാൻസൽ ചെയ്തു. സൈൻ തീറ്റയ്ക്ക് ഫോർമുല സബ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല 2 sin theta by 2 cos theta by 2. 1 minus cos തീറ്റയ്ക്ക് ഫോർമുല ഉണ്ട് 2 sin square theta by 2. 2 ക്യാൻസൽ ചെയ്തു, സൈനും സൈനും ക്യാൻസൽ ചെയ്തു. cos theta by 2 by sin മൈനസ് cos theta by 2 by sin theta by 2. ഫൈനൽ ആൻസർ ഈസ് മൈനസ് cot theta by 2. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് പാരാമെട്രിക് ഫോം വന്നു കഴിഞ്ഞാൽ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് എ തേർഡ് വേരിയബിൾ ഐദർ തീറ്റ ഓർ ടി ഈ ഫോമിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിഫറൻഷിയേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എക്സും വൈ ഒരു ന്യൂ വേരിയബിൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സിന് പറഞ്ഞ പേരാണ് പാരാമെട്രിക് ഡെറിവേറ്റീവ്സ്. എക്സിന് വിത്ത് റെസ്പെക്ട് ടു പാരാമീറ്റർ ഡെറിവേറ്റീവ് കാണാം, വൈന് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പാരാമീറ്റർ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നു. dy by dx കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ഈസി മെത്തേഡാണ്. പാരാമെട്രിക് ഡെറിവേറ്റീവ്സിൻ്റെ ഏത് ക്വസ്റ്റ്യനും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും.